ഇത്തരത്തിലാണെങ്കിൽ വേദയും തൻ്റെ മക്കളും അടുത്ത് ഇടപഴകുന്നത് നമ്മുടെ തരുണിന് ഇഷ്ടപ്പെടുന്നില്ല. കൂടാതെ തന്നെ തരുണാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് വേദ തൻ്റെ മകളെ ഇത്രയധികം സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. തരുണിനാണെങ്കിൽ ആ സത്യം അറിയാത്തത് കൊണ്ട് തന്നെ തരുണാണെങ്കിൽ വേദയെ ഒരു അന്യയായി തന്നെയാണ് കാണുന്നത് എന്ന് കാണാം. പലതവണ വേദ കുഞ്ഞിനെ എടുക്കാനായിട്ടും കൊഞ്ചിക്കാനായിട്ടും തുടങ്ങുമ്പോൾ വേദയിൽ നിന്നും തരുൺ കുഞ്ഞിനെ എടുത്തു മാറ്റുന്ന, തൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. പതിയെ തരുണിൻ്റെ സൈഡിലേക്ക് അമ്മയും മാറുന്നുണ്ട്. സാഹചര്യത്തിനൊത്ത് മാറുകയാണ് അമ്മ. അതായത് വേദയുടെയും വിക്രത്തിൻ്റെയും കുഞ്ഞാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അമ്മയാണ്. അമ്മയും മെല്ലെ മറുകണ്ഠം ചാടിത്തുടങ്ങുകയാണെന്ന് കാണാം. വേദ തൻ്റെ കഥകൾ തൻ്റെ കുഞ്ഞിനോട് മെല്ലെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ വലിയൊരു തിരുത്ത് നമ്മുടെ തരുണിൻ്റെ അമ്മ വരുത്തുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ കുഞ്ഞിനോടാണെങ്കിൽ ഇങ്ങനത്തെ കഥകളൊന്നും മേലിൽ പറയരുതെന്നും ആവർത്തിക്കുന്നൊരു കാഴ്ചയാണല്ലോ കാണാൻ സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ വേദ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ മകള് ഞങ്ങളുടെ ഈ രഹസ്യങ്ങളും സത്യങ്ങളും ഒക്കെ അറിയാനുള്ളതല്ലേ. ഒരു നാൾ ഇത്ര നാൾ താൻ വിളിച്ചതല്ല തൻ്റെ പപ്പ എന്ന് തിരിച്ചറിയാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അവളുടെ മനസ്സിൽ ഈ സംശയങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണെന്ന് വേദ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അമ്മയാണെങ്കിൽ പിന്നെ വേദയോടൊന്നും മിണ്ടുന്നില്ല. കുഞ്ഞിനെ വേദ ഇന്ന് തൻ്റെ കൂടെ കിടത്തുകയാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയാണെങ്കിൽ തരുണിനോട് എന്ത് പറയണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം കുഞ്ഞില്ലാതെ അമ്മ ചെല്ലുന്നത് കണ്ട തരുണാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവൾക്ക് നമ്മളുടെ കുഞ്ഞിനെ കൊടുത്ത് വിടുന്നത്? നമ്മളുടെ കുഞ്ഞിനെ എന്തിനാണ് അവൾ ഇത്രയും സ്നേഹിക്കുന്നത് എന്ന് തരുൺ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമുക്കത് നല്ലതല്ലേ, നമ്മുടെ കുഞ്ഞ് അമ്മയില്ലാത്തവൾ എന്ന ഒരു ചിന്ത വരില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം തരുൺ പറയുന്നുണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ വിചാരിക്കും അതുതന്നെയാണ് അവളുടെ യഥാർത്ഥ അമ്മ എന്ന്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം അവളും സത്യം തിരിച്ചറിയാനുള്ളതല്ലേ എന്ന് നമ്മളെ തരുൺ പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ വിഷമാകുന്നുണ്ട്. സത്യം തിരിച്ചറിഞ്ഞാൽ തരുൺ തകർന്നു പോകുമെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ തരുണിൽ നിന്നും ഒരുപാട് സത്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാം. അങ്ങനെ വേദ കളക്ടറായും കൂടാതെ തന്നെ നമ്മുടെ തരുണാണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറുമാണല്ലോ. അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ജോലി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർ ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിനിടയിൽ വേദ ഒരുപാട് വെറുപ്പ് സമ്പാദിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വേദയ്ക്കും തരുണിനും ഒരുപാട് ഭീഷണികളും വരുന്നുണ്ട് എന്ന് കാണാം. വേദയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നവരോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ്, നിയമത്തിൻ്റെ കൂടെയാണ്. നിയമവിരുദ്ധമായി സഞ്ചരിക്കുന്നവരെ താൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നും വേദ കൂട്ടിച്ചേർക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പാണ്ഡ്യയുടെ കരണം തട്ടിക്കുന്നുണ്ടല്ലോ, ആ വൈരാഗ്യമൊക്കെ നമ്മുടെ പാണ്ഡ്യയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ
തന്നെ വേദനിപ്പിച്ച, തനിക്കിത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയവളെ എന്തായാലും ഉപദ്രവിക്കണമെന്ന് തന്നെ പാണ്ഡി മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ മകളാണെങ്കിൽ വേദയോടും തരുണിനോടും ആ കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് തനിക്ക് ഒരു ദിവസം നിങ്ങളുടെ കൂടെ, അതായത് അച്ഛനും അമ്മയും കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. കൂടാതെ തന്നെ രാത്രിയിലൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കുഞ്ഞണങ്കിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് പുറത്തേക്ക് പോവുകയാണ്. രാത്രിയായതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ പാണ്ഡിയുടെ ഗുണ്ടകളും എന്ന് കാണാനായിട്ട് സാധിക്കും. പാണ്ഡിയാണെങ്കിൽ തൻ്റെ ഗുണ്ടകളെ വിട്ട് എന്ത് ചെയ്യുന്നു, കാറിന് ചുറ്റും ലോറികൾ നിരത്തി ഹോണടിപ്പിക്കുന്നുണ്ട്. ഹോണടി കേട്ട് അവരുടെ കാതുകൾ നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് എന്ന് കാണാം. തരുണാണെങ്കിൽ ഒരു കൈ വിട്ടായിരിക്കും പതിയെ ഡ്രൈവ് ചെയ്യുന്നത്, ഒരു ചെവി പൊത്തിയിട്ടോ. ഇതേ സമയം എന്ത് ചെയ്യുന്നു, വേദയുടെ കുഞ്ഞും ചെവി പൊത്തിയിരുന്ന് അലറി കരയുകയാണ്. അപ്പോഴാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ആ ലോറിക്കാരൻ പതിയെ കാറിൽ ഒരു തട്ട് കൊടുക്കുന്നു. ഇതേ സമയം കാറാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇടിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. തരുണും കൂടാതെ തന്നെ അമ്മയും വേദയും കുഞ്ഞുമൊക്കെ തന്നെ നല്ല രീതിയിൽ കരയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തരുണിനെ പതിയെ ഇല്ലാതാക്കുകയാണോ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്പോട്ടിലേക്ക് വിക്രത്തെ കൊണ്ട് ഇടുക തന്നെ ചെയ്യുമല്ലോ. അതിനായിട്ടാണല്ലോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വിക്രത്തിൻ്റെ ജാമ്യവും കാര്യങ്ങളും ഏതാണ്ട് ഓക്കെ ആയിരിക്കുകയാണല്ലോ എന്നും നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാ കഥ വരിക എന്ന് കണ്ട് തന്നെ കാണണം പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുക എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഫുള്ളായിട്ട് കാണുക, തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കുക.